എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയ 72ാമത് വാശിയില് സിദ്ധാർത്ഥ്യാനത്തിൽ 72ാമത്തെ, ഇത് 9ാമത്തെ ആനന്ദം, വാശി കൊണ്ടുള്ള ആനന്ദത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അച്ചമട്ടം എന്ന ഉയിരിൽ വാശിയെ ചേർത്ത് 5 ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്തണം. അതിനുള്ളിൽ പോയി ശിവയ നമ എന്ന 5 എഴുത്ത് മന്ദിരത്തെ മൗനമായി ഓതുമ്പോൾ ഈശൻ ആശീർവാദം ഉണ്ടാവും. അൻപേ ശിവം എന്ന് ഉണർന്ന് ധ്യാനിക്കണം. ഒരു നാളിന് 21,600 ശ്വാസവും അവിടെ വിട്ടുപോകാൻ പാടില്ല. നാം വിചാരിച്ച കാര്യങ്ങളെല്ലാം നിറവേറി ആയുസ്സും കൂടി ഇരട്ടിപ്പാവും. ഇതിൽ പറയണമെന്ന് വെച്ചാല്, അച്ചുമട്ടം എന്ന ഉയിരിൽ വാശിയെ ചേർത്ത് 5 ഇന്ദ്രിയങ്ങളെയും അടയ്ക്കുക. അച്ചുമട്ടം എന്ന് വെച്ചാല് നട്ടെല്ലിനെയാണ്. ഓരോ അച്ചുകളായിട്ട് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അച്ചുമട്ടം. പിന്നെ ഉയിരിൽ വാശി, ഉയിര് അതിന് പറയാൻ കാരണം വെച്ചാൽ അതിന്റെ അറ്റത്താണ് തലച്ചോറിരിക്കുന്നത്. ആ തലച്ചോറിൽ നിന്ന് വരുന്ന നാഡികളാണ് ഇട, പിംഗള, സുഷുമ്ന നാഡികൾ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിന്റെ അവയവങ്ങളാണ് തലയിലുള്ള തലച്ചോറും അതിൽ നിന്ന് വരുന്ന നട്ടെല്ലിൽ കൂടി പോകുന്ന നാഡികൾ. അതിൽ വാശിയെ ചേർത്ത് ഇങ്ങനെ വാന്ന് പറഞ്ഞിട്ട് വലിച്ചു കയറ്റണം. നട്ടലിന്റെ ഉള്ളിൽ കൂടെ ഇടപ്പിംഗള സുഷുമ്നെ കൂടെ വലിച്ചു തലയിലേക്ക് കൊണ്ട് 5 ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്താം. 5 എന്ന് വെച്ചാൽ കാഴ്ച, കേൾവി, സ്പർശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടക്കി നിർത്തുന്ന വെച്ചാൽ യാതൊരു വക മറ്റു ചിന്തകളൊന്നും പാടില്ല. ഇതിന്റെ അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ യാതൊരു ചിന്തയും. അങ്ങനെ വലിച്ചിട്ട് അങ്ങനെ പിടിക്കണം. കുംഭം ചെയ്ത് ശിവയ നമ, ശിവയ നമ, ശിവയ നമാന്ന് അതിനെ മാത്രം, ആ മന്ത്രത്തെ മാത്രം മൗനമായിട്ട് ഓതണം, ചൊല്ലണം. ഈശൻ അങ്ങനെയാണെങ്കിൽ ഈശന്റെ ആശീർവാദം. ശിവയ നമ, ശിവയ നമ എന്നുള്ളത് പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വഭാവത്തോടുള്ള ശ്രീ എന്നുള്ളത് അഗ്നി, വാണുള്ളത് ജലം, യാന്നുള്ളത് വായു. അങ്ങനെ അപ്പൊ ഈ വിധത്തിലുള്ള മന്ത്രത്തെ മൗനമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഏത് വാശിയെ കയറ്റി പിടിച്ചതിന് ശേഷം അൻപേ ശിവം എന്ന് ഉണർന്ന് ധ്യാനിക്കണം. അതുകൂടാതെ അൻപേ ശിവെന്നും ജപിക്കണം. ഒരു നാളിന് 21,000 ശ്വാസം, ഒരു മിനിറ്റിൽ 15 ശ്വാസം, അങ്ങനെ 24 മണിക്കൂറിന് 21,600. അത് അത്ര ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ചെയ്താലും ശ്വാസം കുറയും. അത് കുറഞ്ഞാൽ ശ്വാസം അതിന് കൂടുതലായാലും ആയുസ് കുറയും. ഇതിനേക്കാൾ കുറവാണ് ശ്വാസം ചെയ്യുന്നതെങ്കിൽ ആയുസ് കൂടും. ദീർഘമായിട്ടുള്ള ആയുസ് നമ്മൾ ആയുസിന്റെ മൊത്തം അളവിനെ കുറയ്ക്കണം. അങ്ങനെ കുറച്ചാൽ അത് പകുതിയായി കുറഞ്ഞാൽ അത്രയും ആയുസ് കൂടി കിട്ടും എന്നാണ് ഇവിടെ പറയും. വിചാരിച്ച കാര്യങ്ങൾ 21,600 ശ്വാസം അവിടെ അകലാൻ പാടില്ല എന്ന് വെച്ചാൽ അത് അത്രയും അവിടെ വിടാൻ പാടില്ല. അത് കുറഞ്ഞ ഇതേ ചെയ്യാൻ പാടും. അത് ഒരെണ്ണവും 2എണ്ണവും വാശിയിൽ പിടിച്ചിട്ട് പിന്നീട് അതിനേക്കാൾ വളരെ സ്പീഡിൽ ശ്വാസം പിന്നീട് വലിക്കരുത്. നിങ്ങൾ ശീലാക്കണം. നീട്ടി ശ്വാസം വാശിയിൽ പിടിക്കാനും കുംഭം ചെയ്യാനും വിടാനുമുള്ള ഒരു ശ്രമം ദീർഘമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആണ് ശ്വാസം അതിൽ ഓക്സിജൻ ശരീരം മുഴുവൻ നിറഞ്ഞു നല്ല ഉണർന്ന് ധ്യാനിക്കാം. ഒരു നാൾ കാര്യങ്ങളെല്ലാം നിറവേറി ആയുസ്സും കൂടി ഇരട്ടിപ്പാവും. ശരീരത്തിനും കേടുവരില്ല.
സൂര്യചന്ദ്രകലകൾ ഇതുമൂലം തിളങ്ങി കണ്ണുകൾ ഒളി പ്രകാശിക്കും. കൊല്ലന്റെ ആലയിൽ തിളങ്ങുന്ന കനൽ പോലെ മൂലാധാരത്തിൽ നിന്ന് ധനഞ്ജയൻ എന്ന വായു എഴുന്നേറ്റ് സുഷുമ്നയിൽ വാതിൽ തുറന്നു മുതുകണ്ഠത്തിൽ മുതുകുതണ്ടിൽ നട്ടിൽ വഴിയെ മുകളിലേക്ക് വന്ന് അവിടെയുള്ള പ്രാണനുമായി കൂടിക്കലർന്നു പൂരണത്തിൽ ചേർന്നു അകത്ത് മനസ്സിൽ പേര് പറയാൻ പറ്റാത്ത വിധത്തെ ആനന്ദത്തെ ഉണ്ടാക്കും. ഇതിന് ധനഞ്ജയൻ എന്നുള്ളത് പിന്നെ 10ാമത്തെ വായുവാണ്, ഉപപ്രാണൻ. ആ ധനഞ്ജയനാണ് മറ്റു പ്രാണങ്ങളെല്ലാം പോയി കഴിഞ്ഞാലും, അവന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാലും, ഹൃദയം നിന്നു കഴിഞ്ഞാലും ധനഞ്ജയൻ എന്നുള്ളത് ഒരു നാഴിക നേരം, പിന്നെ 2 നാഴിക, ഒരു മുഹൂർത്ത നേരം വീണ്ടും ശരീരത്തിലുണ്ടാവും. അതാണ് പിന്നെ മറ്റൊരു പ്രാണനുമായി കൂടി ചേർന്ന് മരിച്ചുപോയ ശരീരത്തിലേക്ക് കയറാനുള്ള ഒരേ ഒരു മാർഗം. ധനഞ്ജയനും പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ധനഞ്ജയനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ പറഞ്ഞത്. സൂര്യചന്ദ്രകലകൾ ഇതുമൂലം തിളങ്ങി കണ്ണുകളിൽ ഒളി പ്രകാശിക്കും. കൊല്ലന്റെ ആലിൽ തിളങ്ങുന്ന കനൽ പോലെ മൂലാധാരത്തിൽ നിന്ന് ധനഞ്ജയൻ എന്ന വായു എഴുന്നേറ്റ് സുഷുമ്നയിൽ വാതിൽ തുറന്ന് നട്ടെല്ല് വഴിയെ മുകളിലേക്ക് വന്ന് അവിടെയുള്ള പ്രാണനുമായി കൂടിക്കലർന്ന് പൂരണത്തിൽ ചേർന്നു അകത്ത് മനസ്സ് പേര് പറയാൻ പറ്റാത്ത വിധം ആനന്ദത്തെ ഉണ്ടാക്കും. പ്രാണൻ, അപാനൻ, ഉച്ചാനൻ, സമാനം. പിന്നെ ഉപപ്രാണങ്ങൾ, അതിലാണ് ഈ ധനഞ്ജയൻ വരുന്നത്. ആ ധനഞ്ജയനെ പ്രത്യേകം കരയറ്റുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് ഏറ്റിയിട്ട് മുകളിലത്തെ പ്രാണനുമായിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ പരിശ്രമം കൊണ്ട് മാത്രമേ സാധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനെ ഓരോ പ്രാണനെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇത്തരത്തിൽ വാശിയോഗം ചെയ്യുമ്പോൾ മനസ്സിലായി വരും. അനേക കാലത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. ഏത് പ്രാണൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചലിക്കുന്നു. അപ്പൊ അതിനെ അവസാനമായിട്ട് പോകുന്ന ഉപപ്രാണങ്ങളെയും കൂടി ശ്രദ്ധിച്ചിട്ട് ആ ഉപപ്രാണങ്ങളെയും കൂടി, അതിലാണ് ധനഞ്ജയൻ വരുന്നത്. ആ ധനഞ്ജയനെ മൂലാധാരത്തിൽ നിന്ന് വലിച്ചു കയറ്റുകയാണ് ചെയ്യുക. തിളങ്ങുന്ന കനൽ പോലെ മൂലാധാരത്തിൽ ഇരുന്ന ധനഞ്ജയൻ എന്ന വായു എഴുന്നേറ്റ് സുഷുമ്നയിൽ അതിൽ തുറന്ന് മുതുകത്തണ്ട് വെച്ചാൽ നട്ടല് വഴി മുകളിലേക്ക് വന്ന് അവിടെയുള്ള പ്രാണനുമായി കൂടിക്കലർന്ന് പുരാണത്തിൽ ചേർന്ന് അകത്ത് മനസ്സിൽ പേര് പറയാൻ പറ്റാത്ത വിധം ആനന്ദത്തെ തരുന്നു. അതാണ് പറഞ്ഞത്. പ്രാണനെ വലിച്ചു പിന്നെ ഓരോരോ പ്രാണനെയും വലിച്ചു കയറ്റും, ഉപപ്രാണനെയും വലിച്ചു കയറ്റും. അതിലാണ് അവസാനം ധനഞ്ജയനെ വലിച്ചു കയറ്റുന്നതിന്റെ കാര്യം എന്നത്. അപ്പൊ അതിനുള്ള വഴികളാണ് ശിവയ നമ എന്നും ശിവം എന്നുള്ള 2 മന്ത്രങ്ങളെ അതിൽ പ്രാണനോടുകൂടി വലിച്ചു കയറ്റുകയാണ് ചെയ്തത്. ശബ്ദിച്ചും ശബ്ദിക്കാണ്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. ആനന്ദം എന്ന 72ാമത്തെ വീടിലാണ്. നമസ്കാരം. ഇവിടെ